ഈ G7 ഇന്ത്യക്ക് പണി കൊടുക്കാൻ പോകുന്നു, കൊട്ടേഷൻ അമേരിക്കയിൽ നിന്നൊക്കെ കേൾക്കുന്നത് എന്താ സംഭവം? അത് ഈ G7 എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പാതി പ്രശ്നം പരിഹരിക്കപ്പെടും. അതായത് ലോകത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഉന്നത നിലയിലുള്ള എന്താ പറയുക വ്യവസായ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അതായത് ഞങ്ങളാണ് മുതലാളിമാർ, ഞങ്ങൾ പറയുന്ന എല്ലാവരും കേട്ടോണം എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. രാജ്യങ്ങളുടെ പേര് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും. കാനഡയുണ്ട്, അമേരിക്കയുണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, പിന്നെ UK. പിന്നെ ഇവരെല്ലാം കൂടാതെ രാജ്യമല്ലാത്ത രീതിയിൽ യൂറോപ്യൻ യൂണിയനും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഇവർ പൊതുവെ സമ്മേളിക്കുക ഈ സാമ്പത്തിക രംഗങ്ങളിൽ അവരുടെ നയരൂപീകരണം, പരസ്പര സഹകരണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സാധാരണ ചർച്ചകൾ നടക്കാറ്. ഈ കഴിഞ്ഞ ഇടയിൽ കാനഡയിൽ G7 ഉച്ചകോടി നടന്നിരുന്നു. അവിടെയാണ് നരേന്ദ്രമോദി ക്ഷണിതാവായിട്ട് അവിടെ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നു. പക്ഷേ മോദി വരുന്നതറിഞ്ഞ് നേരത്തെ തന്നെ ട്രംപ് അവിടുന്ന് മുങ്ങി. പറഞ്ഞ കാരണം മറ്റേ ഇറാനിൽ അമേരിക്ക ബോംബിടാൻ പോകുന്നു, അതിന് മുമ്പായിട്ടുള്ള ആലോചനാ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ മോദി അദ്ദേഹത്തെ അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചതും അദ്ദേഹം പിന്നീട് ട്രംപ് പോകുന്ന വഴിക്കൊന്ന് കയറിയിട്ട് പോണേ എന്ന് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞു എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പഴയ കഥ. ഇപ്പോൾ വീണ്ടും G7 അവരുടെ ധനമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. അപ്പോൾ അതിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്നത് നമ്മുടെ കാനഡയുടെ ധനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസോ ഫിലിപ്പി എന്നാണ്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായിട്ട് നിന്നുകൊണ്ടാണ് ഈ ചർച്ച നടന്നത്. ചർച്ചയുടെ അജണ്ട എങ്ങനെ ഇന്ത്യക്കിട്ട് പണിയാം, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെ എങ്ങനെ കൂടുതൽ നടപടികൾ എടുക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഒന്നിച്ച് നീങ്ങണം. ഇതായിരുന്നു ആ സമ്മേളനത്തിൻ്റെ അജണ്ട. അപ്പോൾ അതിൽ ഉള്ള ഒരു ചർച്ച ഉയർന്നു വന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ പരിപാടി റഷ്യക്കെതിരെ നേരത്തെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന്, ഈ വമ്പൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധം കൂടുതൽ കർക്കശമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ നടപടി. കൂടാതെ റഷ്യയുടെ സമ്പത്തുകളെല്ലാം മരവിപ്പിക്കുക. അതായത് ഈ റഷ്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യാപാര പരിപാടിയിൽ ഏർപ്പെടുമ്പോഴോ ഈ കറൻസി വിനിമയം ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ റഷ്യ ഏതെങ്കിലും വിദേശ ബാങ്കുകളിൽ റഷ്യയുടെ തന്നെ പല കമ്പനികളുടെയൊക്കെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അതേപോലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം മരവിപ്പിക്കുക, അങ്ങനെ റഷ്യയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. പിന്നെ കൂടുതൽ വിശാലമായ സാമ്പത്തിക നടപടികൾ വേണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇവർ ഈ എണ്ണ വ്യാപാരമാണല്ലോ ഇവരുടെ റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു വരുമാന മാർഗം. അപ്പം അത്തരത്തിൽ എണ്ണ വ്യാപാരത്തിനായി വരുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ വിസമ്മതിക്കുക, അതിനെ തടസ്സമുണ്ടാക്കുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. പിന്നെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം വ്യാപാര നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് റഷ്യയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാധനം, ഇപ്പോഴും ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുകയും ചില അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി നിരുത്സാഹപ്പെടുത്തണമെന്നുള്ളതാണ് ഇവരുടെ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പൊതു നിലപാട്. അപ്പോൾ ഇതിന് ഈ ഒരു ചർച്ചയ്ക്ക് കുറച്ചുകൂടി ചൂട് കൊടുക്കാനായിട്ട് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സ്കോട്ട് ബെസന്റ് പറഞ്ഞതാണ് ഇന്ത്യയെയും ചൈനയൊക്കെ പണിയാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളെ പിന്തുണയ്ക്കണം. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ ചെറിയ പേടിയുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പിന്നാലെ അണിനിരക്കണം എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. അതുമാത്രമല്ല, ഈ സമ്മേളനത്തിന് ശേഷം ഈ അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയും അമേരിക്കയുടെ തന്നെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്, അദ്ദേഹത്തിൻ്റെ പേര് ജാമിസൺ ഗ്രീർ എന്നാണ്. അപ്പോൾ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ഈ ജാമിസൺ ഗ്രീറും കൂടി ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. അപ്പോൾ അതിൽ പറയുന്നത് ഈ ചൈനയെയും ഇന്ത്യയെയും നിലയ്ക്ക് നിർത്താനായിട്ട് യോജിച്ച പ്രവർത്തനം വേണം. ഇവരുടെ പ്രവർത്തനം മൂലം, അതായത് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കൊണ്ട് അവിടെ ഉക്രൈനിൽ പുടിൻ യുക്തിരഹിതമായ ആളുകളെ വെറുതെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യയുടെ വാർ മെഷീന് അല്ലെങ്കിൽ റഷ്യക്ക് യുദ്ധം ചെയ്യാനുള്ള പണം ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടുകയാണ്. അത് ചെറുക്കാനായിട്ട് യോജിച്ച നടപടി വേണം. അതിന് അമേരിക്കയെ നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കണം എന്നുള്ളതാണ് ഈ റഷ്യയുടെ ട്രഷറി സെക്രട്ടറിയും അതേപോലെ തന്നെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവും ഒരുമിച്ച് പ്രസ്താവന ഇറക്കിയത്. അവിടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇതിൻ്റെ ഇടയിൽ ഇറക്കി. അതായത് റഷ്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനായിട്ട് എടുക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. പിന്നെ അമേരിക്കയുടെ തന്നെ ട്രഷറി സെക്രട്ടറി നമ്മുടെ സ്കോട്ട് ബെസന്റ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്.
ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ അർത്ഥവത്തായ നികുതികൾ ഏർപ്പെടുത്തും, റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ നിർത്തിവെക്കാൻ പ്രേരിപ്പിക്കുക. അതായത് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന 25% താരിഫ് മാത്രമല്ല, കുറേ കൂടി അർത്ഥവത്തായ രീതിയിൽ ചിലപ്പോൾ 100%, 200% ഒക്കെ ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതേ സ്കോട്ട് ബെസന്റ് തന്നെ അടുത്ത ദിവസം റഷ്യയിലെ ഇതേപോലെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചൈനയിലെ ഇത്തരത്തിൽ ധനകാര്യ ഇടപാടുകളുമായിട്ട് അതിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് ഈ സ്കോട്ട് ബെസന്റ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാരം, മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണ് അജണ്ടയിലുള്ളത്. അപ്പോൾ ഒരേ സമയം ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും വാദോരാതെ പ്രസംഗിക്കുകയും നിലപാടെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന അമേരിക്ക മറ്റൊരു വഴിയിൽ ചൈനയുമായിട്ട് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും കൗതുകകരമായ കാഴ്ചയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ G7 രാജ്യങ്ങളെ അമേരിക്ക ചട്ടം കെട്ടുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവനയും ഇന്ന് വന്നേക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്, ഞാൻ ചുമത്തിയ 50% താരിഫ് അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. ആ കാര്യം എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ തൻ്റെ ഈ നടപടിയാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതെന്നുള്ളൊരു കുറ്റസമ്മതം കൂടി അദ്ദേഹം ഇതിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കടുത്ത നിരാശയും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. കാരണം പുട്ടിൻ്റെ കാര്യത്തിൽ തൻ്റെ ക്ഷമ നശിച്ചു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതുമാത്രമല്ല, ഈ ട്രംപ് ഇടപെട്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇതുവരെ നിന്നിരുന്നത്. പക്ഷേ അത് തനിക്ക് സാധിക്കാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്നുള്ളതും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കി. നേരത്തെ ട്രംപിൻ്റെ നിലപാടുകൾ നമുക്ക് എന്താ പറയുക, അപ്പോഴപ്പോൾ മാറുന്ന തരത്തിലാണ് ട്രംപ് നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതായത് ആദ്യം 25% നികുതി ചുമത്തിയത് ആദ്യത്തെ ഒരു പ്രഹരമായിരുന്നു. രണ്ടാമത്തെ പ്രഹരം ആണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പിഴയായി ഒരു 25% കൂടി. അങ്ങനെ മൊത്തം 50% നികുതി താരിഫ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യ വഴങ്ങുന്നില്ല. അതുകൊണ്ട് കൂടുതൽ താരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തും എന്നുള്ള ഒരു സൂചന അദ്ദേഹം തന്നിരുന്നു. പക്ഷേ അതേ ട്രംപ് തന്നെ മോദിയുമായിട്ട് തനിക്കുള്ള സൗഹൃദത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും വളരെ വാചാലമായി സംസാരിക്കുന്നു. മോദിയെ മഹാനായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശം കൊടുക്കുന്ന സംഘങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. പ്രത്യേകിച്ചും സ്കോട്ട് ബെസന്റ് ഇപ്പോൾ ഈ G7 ഉച്ചകോടിയിൽ അല്ലെങ്കിൽ G7 ധനകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച സ്കോട്ട് ബെസന്റ് ഇന്ത്യക്ക് 3 വഴികളാണ് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അതിലൊന്ന്, റഷ്യയുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പരിപാടി ഉടൻ നിർത്തുക. 2, ഇന്ത്യയിലെ വിപണി അമേരിക്കയ്ക്ക് തുറന്നു നൽകുക. അമേരിക്കൻ സാധനങ്ങൾ നികുതിരഹിതമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കാനുള്ള അനുവാദം നൽകുക. 3, ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുക. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നുള്ള കാര്യം, അതേപോലെ തന്നെ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള നമ്മൾ പ്രഖ്യാപിച്ച നിലപാട്. പ്രധാനമന്ത്രി മോദിയും അക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു നടപടിയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് മോദി പറഞ്ഞത്. ഏതായാലും ഇന്ത്യക്കെതിരെയുള്ള നിലപാട് അമേരിക്ക കടുപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ, അതിപ്പോൾ ഈ G7 കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളുടെ അടക്കം പിന്തുണ അമേരിക്ക തേടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഈ പറയുന്നതൊക്കെ.